നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കോർ റൂട്ടിംഗ്. നമ്മൾ ഓൾറെഡി തേർഡ് മോഡ്യൂളിലുള്ള ബാക്കി ടോപ്പിക്കുകളൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ടോപ്പിക്കാണ് കോർ റൂട്ടിംഗ് എന്ന് പറയുന്നത് ടോപ്പിക്. നമ്മൾ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ലിങ്ക് പഠിച്ചു, കോളിംഗ് സീക്വൻസ് പഠിച്ചു, സബ് റൂട്ടിൻ പഠിച്ചു, ജനറിക് സബ് റൂട്ടിൻ പഠിച്ചു, പാരാമീറ്റർ പാസിംഗ് ടെക്നിക്ക് പഠിച്ചു, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് പഠിച്ചു. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് കോർ റൂട്ടിംഗ്. നമ്മുടെ ഓൾറെഡി റൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷൻ തന്നെയാണ് റൂട്ടിംഗ്. ഓക്കെ, അതിൻ്റെ കൂടെ കോ റൂട്ടിംഗ് എന്ന് പറയുന്നത് കോർപ്പറേറ്റീവ് ഫംഗ്ഷൻ എന്നാണ് അതിൻ്റെ മീനിങ്. കോർപ്പറേറ്റീവ് ഫംഗ്ഷൻ. നമ്മുടെ സാധാ ഫംഗ്ഷനും ഈ കോ റൂട്ടിംഗും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോ റൂട്ടിംഗ് ആൻഡ് സബ് റൂട്ടിംഗ്. ഓക്കെ, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ നോർമൽ ഒരു സബ് റൂട്ടിൻ അല്ലെങ്കിൽ നോർമൽ ഒരു റൂട്ടിങ്സ് അല്ലെങ്കിൽ നോർമൽ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് വേറൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുന്നത്, ആ ഫംഗ്ഷനിലേക്ക് പോകുന്നു, ആ ഫംഗ്ഷൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നു ആണ് ചെയ്യുന്നത്. ചെയ്യുമ്പോൾ എന്താ ആക്ച്വലി നടക്കുന്നത്, ആ മെയിൻ ഫംഗ്ഷൻ ഒരു സബ് ഫംഗ്ഷനിലേക്ക് പോകുമ്പോൾ സബ് ഫംഗ്ഷൻ്റെ ബിഗിനിങ് മുതൽ എക്സിക്യൂട്ട് ചെയ്യും, തിരിച്ചിട്ട് അതിൻ്റെ എൻഡ് കഴിയുമ്പോൾ മാത്രമാണ് തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നത്. അതായത് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ബിഗിനിങ് തൊട്ടാണ് എന്ത് ചെയ്യുന്നത്, എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. തിരിച്ചിട്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമാണ് നമ്മുടെ മെയിനിലോട്ട് തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണോ ഫംഗ്ഷനെ കോൾ ചെയ്തത് അവിടേക്ക് തിരിച്ചു വരുന്നത്. അവർക്ക് ബിഗിനിങ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ. അതുപോലെ നമ്മുടെ സബ് റൂട്ടീന് ഒരു എൻട്രി പോയിന്റും ഒരു എക്സിറ്റ് പോയിന്റും ഉണ്ടാവും. അതായത് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ അറ്റ് ദ ബിഗിനിങ് ആണ് അത് എൻ്റർ ചെയ്യുന്നത്, അറ്റ് ദ ബോട്ടം ആണ് അത് എക്സിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എൻട്രി പോയിന്റും സിംഗിൾ എൻട്രി പോയിന്റും സിംഗിൾ എക്സിറ്റ് പോയിന്റും ഉണ്ടാവും നമ്മുടെ ഫംഗ്ഷൻ. അതുപോലെ എന്താണ്, ഫംഗ്ഷൻ കൺകറന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യില്ല. ഓക്കെ, ഈ 3 പോയിന്റ് നമ്മൾ ഓർത്തിക്കുക. ഇനി നമ്മൾ എന്താണ് കോ റൂട്ടിംഗ് എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, കോ റൂട്ടിന് നമ്മൾ ഈ പറഞ്ഞ മാതിരി ഫംഗ്ഷൻ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഒരു ഫംഗ്ഷന്റെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ചെയ്യുമ്പോൾ ഇത്തിരി ഡിഫറൻസ് ഉണ്ട്. അതായത് നമ്മളൊരു ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തു, തിരിച്ച് എന്ത് ചെയ്തു, ആ ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം തിരിച്ചു വരുന്നു. ഓക്കെ, ഇതാണ് ആക്ച്വലി നടക്കുന്നത്. പക്ഷേ നമ്മൾ ഈ കോ റൂട്ടിന്റെ കേസിൽ സിംഗിൾ എൻട്രി പോയിന്റ് അല്ല, മൾട്ടിപ്പിൾ എൻട്രി പോയിന്റ് ഉണ്ടാവും. അതായത് നിങ്ങളിപ്പോൾ പ്രൈം എന്ന് പറയുന്ന ഒരു കോ റൂട്ടിനെ വിളിച്ചു എന്ന് വിചാരിക്കും. അപ്പോൾ പ്രൈം എന്ന് പറയുന്ന കോ റൂട്ടിലേക്ക് പോയി. ആക്ച്വലി ഫംഗ്ഷൻ ചെയ്യുന്ന പോലെ തന്നെ ഫംഗ്ഷൻ തന്നെയാണ് ഈ കോ റൂട്ടിൻ, പക്ഷെ എക്സിക്യൂഷനിൽ ഒരു ഡിഫറൻസ് ആണ്. അപ്പോൾ നമ്മൾ കോ റൂട്ടിനെ വിളിച്ചു, പ്രൈം എന്ന് പറയുന്ന കോ റൂട്ടിനെ വിളിച്ചു, ആ കോ റൂട്ടിലേക്ക് പോയി. അറ്റ് ബിഗിനിങ് അത് സ്റ്റാർട്ടിങ് തന്നെയാണ് എക്സിക്യൂഷൻ നടക്കുക. ഇപ്പോൾ പ്രൈമിന്റെ ബിഗിനിങ്ങിൽ എക്സിക്യൂട്ട് ചെയ്യും തുടങ്ങും. ഇപ്പോൾ ആ പ്രൈം എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഒരു 10 കോഡ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പം പ്രൈം എന്ന് പറയുന്ന ഫംഗ്ഷനിലോട്ട് പോയി അതിൻ്റെ ആദ്യത്തെ ഒരു 3 ലൈൻ എക്സിക്യൂട്ട് ചെയ്തു, തിരിച്ചിട്ട് പിന്നെയും മെയിനിലോട്ട് വന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പ്രൈം എന്ന് പറയുന്ന കോ റൂട്ടിനെ കോൾ ചെയ്യുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുക, നമ്മുടെ സാധാ ഒരു ഫംഗ്ഷന്റെ കേസിലാണെങ്കിൽ പിന്നെയും ബിഗിനിങ് മുതൽ തന്നെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ കോ റൂട്ടിന്റെ കേസിൽ നിങ്ങളിപ്പോൾ 3 സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക, എവിടെ നിന്നാണ് ആ കോ റൂട്ടിൻ റെസ്യൂം ചെയ്യുക, തേർഡ്, അതായത് 3 സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് മുതലാണ് അത് ബിഗിൻ ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുക. അതിനുശേഷം ഒരു 4, 5, 6, 7 സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന വിചാരിച്ചു, തിരിച്ച് പിന്നെയും നമ്മുടെ മെയിൻ ഫംഗ്ഷനിലോട്ട് വന്നു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ആ കോ റൂട്ടിനെ കോൾ ചെയ്യുമ്പോൾ അടുത്തത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, 8ാമത്തെ സ്റ്റേറ്റ്മെന്റ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അതായത് അത് റെസ്യൂം ചെയ്യുന്നത് എവിടെ നിന്നാണോ അത് എക്സിറ്റ് ആയത് അതിന് ശേഷമുള്ള പോയിന്റ് മുതലായിരിക്കും കോ റൂട്ടിൻ റെസ്യൂം ചെയ്യുന്നത്, അതായത് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഫംഗ്ഷനും കോ റൂട്ടിനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഓരോ തവണ കോൾ ചെയ്യുമ്പോഴും അത് ബിഗിനിങ് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ കോ റൂട്ടിനെ കോൾ ചെയ്യുമ്പോൾ എവിടെ മുതലാണ് അത് റെസ്യൂം ചെയ്യുക അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുക, എത്ര സ്റ്റേറ്റ്മെന്റ് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടോ അതിന് ശേഷമുള്ള സ്റ്റേറ്റ്മെന്റ് മുതലായിരിക്കും അത് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതാണ് കോ റൂട്ടിന്റെ ഫംഗ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് റെസ്യൂം ഓഫ് ദ കോ റൂട്ടിൻ ഈസ് ടു ഇറ്റ്സ് ബിഗിനിങ്. ആദ്യം തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുക അതിന്റെ ബിഗിനിങ് തന്നെയാണ്. അതിനുശേഷം സബ്സീക്വന്റ് കോൾ ചെയ്യുന്നത് എൻ്റർ അറ്റ് ദ പോയിന്റ് ജസ്റ്റ് ആഫ്റ്റർ ദ ലാസ്റ്റ് എക്സിക്യൂട്ടഡ് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ കോ റൂട്ടിൻ. അതിനുശേഷം ബിഗിൻ ചെയ്യുന്നത് എന്താണ്, എവിടെ നിന്നാണോ അത് തിരിച്ചു വന്നത് അതിന് തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് മുതലാണ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ എന്ത് വന്ന്, മൾട്ടിപ്പിൾ എൻട്രി പോയിന്റ് വന്നില്ലേ, മൾട്ടിപ്പിൾ എക്സിറ്റ് പോയിന്റും ഇല്ലേ. ആദ്യത്തെ കേസിൽ ബിഗിനിങ്ങിലാണ് എൻട്രി ചെയ്തത്, പിന്നെ എന്ത് ചെയ്തു, രണ്ടാമത്തെ പിന്നെയും ആ കോ റൂട്ടിനെ വിളിക്കുമ്പോൾ 4th ലൈൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അടുത്ത എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് 4th ലൈനാണ്.
പിന്നെയും വിളിക്കുമ്പോൾ എന്താണ് 8th ലൈനിലാണ് അത് എൻട്രി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 3 എൻട്രി പോയിന്റ് ഈ കേസിൽ തന്നെ വന്നു. അതുപോലെ തന്നെയാണ് എക്സിറ്റ് ചെയ്യുന്നത് എന്താണ്, ആദ്യത്തെ കേസിൽ 3rd ലൈനിലാണ് എക്സിറ്റ് ചെയ്യുന്നത്, രണ്ടാമത്തെ കേസിൽ 7th ലൈനിലാണ് എക്സിറ്റ് ചെയ്യുന്നത്, മൂന്നാമത്തെ കേസിൽ 10th ലൈനിലാണ് എക്സിറ്റ് ചെയ്യുന്നത്. അതായത് അവിടെ മൾട്ടിപ്പിൾ എൻട്രി പോയിന്റും മൾട്ടിപ്പിൾ എക്സിറ്റ് പോയിന്റും വന്നു. ഓക്കെ, അതുപോലെ ഇത് കോറൂട്ടിൻ കൺകറന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അത് നമുക്ക് നോക്കാം. ഇതൊക്കെ കോറൂട്ടിന്റെ കുറച്ച് തിയറീസ് ആണ്, ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി അടുത്തത് കോറൂട്ടിൻ ക്യാൻ ബി യൂസ്ഡ് ടു ഇംപ്ലിമെന്റ് ഐട്രേറ്റേഴ്സും ത്രെഡ്സ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, കോറൂട്ടിൻ കൺകറന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. കൺകറന്റ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എന്താണ്, ഒരേ സമയം ഒന്ന് കൂടുതൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് കൺകറൻസി കൊണ്ട് മീൻ ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി നടക്കുന്നത് എന്താണ്, ഒന്ന് കൂടുതൽ പ്രോഗ്രാം ഒരേ സമയത്ത് ഒരു പ്രോസസ്സറും ചെയ്യില്ല. ഇന്റർലീവ്ഡ് എക്സിക്യൂഷൻ ആണ് ആക്ച്വലി നടക്കുന്നത്. കൺകറന്റ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി ഇന്റർലീവ്ഡ് എക്സിക്യൂഷൻ ആണ്. ഇപ്പൊ 3 പ്രോസസ്സ് ഒരേ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, എ ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് എന്റെ CPU വെയിറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും ബി ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതുപോലെ ബി എന്തെങ്കിലും കാര്യങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും സി ചെയ്യുന്നുണ്ടാവുക. ആക്ച്വലി ഇത് മൂന്നും ഒരേ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുകയാണ്. പക്ഷെ ആക്ച്വലി എന്താ ചെയ്യുന്നത്, ഇന്റർലീവ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു പ്രോസസ്സിന്റെ ആ വെയിറ്റിംഗ് ടൈം ഒക്കെ യൂസ് ചെയ്തിട്ട് മറ്റത് ആ സമയത്ത് ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് ഇന്റർലീവ്ഡ് എക്സിക്യൂഷൻ നടക്കുന്നത്. അത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഒരിക്കലും കൺകറന്റ് എക്സിക്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരേ സമയത്ത് 3 പ്രോഗ്രാമോ അല്ലെങ്കിൽ 4 പ്രോഗ്രാമോ ചെയ്യൂല. അത് ഒരിക്കലും ഒരു പ്രോസസ്സറിന് പറ്റൂല. ഒന്ന് കൂടുതൽ പ്രോസസ്സിംഗ് ഒരേ സമയത്ത് ചെയ്യാൻ പറ്റില്ല. നടക്കുന്നത് എന്താണ്, ഇന്റർലീവ്ഡ് എക്സിക്യൂഷൻ ആണ് ആക്ച്വലി നടക്കുന്നത്. ഓക്കെ, അതാണ് ഈ കൺകറൻസി എന്ന് പറയുന്നത്. ഇതൊക്കെ OSൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടോ. ഇനി നമ്മള് സബ് റൂട്ടീനും കോറൂട്ടീനും തമ്മിലുള്ള ഡിഫറൻസ് ഓൾറെഡി 2 ഡിഫറൻസ് പറഞ്ഞു. എന്താണ്, ബിഗിനിങ് എന്താണ്, ഒരു എൻട്രി പോയിന്റും ഒരു എക്സിറ്റ് പോയിന്റ് ഉണ്ടാവും ഫംഗ്ഷന്. കോറൂട്ടീന് ഒന്ന് കൂടുതൽ മൾട്ടിപ്പിൾ എൻട്രി പോയിന്റും മൾട്ടിപ്പിൾ എക്സിറ്റ് പോയിന്റും ഉണ്ടാവും. പിന്നെ എന്താണ്, സബ് റൂട്ടീന് കൺകറന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യില്ല, കോറൂട്ടീൻ കൺകറന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത്, സബ് റൂട്ടീന് ഇപ്പൊ ഒരു മെയിൻ ഫംഗ്ഷൻ ഒരു സബ് റൂട്ടീനെ കോൾ ചെയ്തു, ആ സബ് റൂട്ടീന് വേറൊരു സബ് റൂട്ടീനെ കോൾ ചെയ്യും. അൾട്ടിമേറ്റ്ലി എല്ലാ കൺട്രോളും വരുന്നത് ഒരു മെയിൻ സെൻട്രലൈസ്ഡ് കൺട്രോൾ ഉണ്ടാവും. ഏതിന്റെ കേസിൽ, ഫംഗ്ഷന്റെ കേസിൽ അല്ലെങ്കിൽ സബ് റൂട്ടിന്റെ കേസിൽ. പക്ഷേ കോറൂട്ടിന്റെ കേസിൽ അങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് കൺട്രോൾ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അതായത് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ മെയിൻ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും, മെയിൻ ഫംഗ്ഷൻ എന്നാണ് എല്ലാത്തിനെയും കൺട്രോളിങ്, അങ്ങനെ ഒന്നുമില്ല. മറ്റേതാണെന്ന് എന്താണ്, ആദ്യം മെയിൻ എന്നാണ് കോളിംഗ് നടക്കുന്നത്, അതിനുശേഷം സബ് ഫംഗ്ഷനെ കോൾ ചെയ്തു, അങ്ങനെ കോൾ ചെയ്ത് ഫൈനൽ റിട്ടേൺ എവിടത്തേക്ക് തന്നെയാണ് വരുന്നത്, മെയിനിലോട് തിരിച്ചു വരും. അവിടെ ഒരു സെൻട്രലൈസ്ഡ് കൺട്രോൾ ഉണ്ട്. കോറൂട്ടിന്റെ കേസിൽ അങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് കൺട്രോൾ ഒന്നും ഇല്ല. ഇവിടെ ഒരു പിക്ചർ അത്ര ക്ലിയർ അല്ല, ജസ്റ്റ് മെയിൻ ഫംഗ്ഷൻ കാണിക്കുന്നു, പിന്നെ കുറെ സബ് റൂട്ടീൻ കാണിക്കുന്നു, അതിന് എല്ലാം മെയിൻ ഫംഗ്ഷന്റെ ഒരു കൺട്രോൾ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിക്ചറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇവിടെ വരച്ചിരിക്കുന്നത്. അതുപോലെ എന്താണ്, ഇതൊരു കോറൂട്ടിന്റെ പിക്ചറാണ്. ഇതെന്താണ്, മെയിൻ ഫംഗ്ഷൻ ആണ്. ഇത് അടുത്തൊരു കോറൂട്ടിനെ കോൾ ചെയ്തു, അടുത്ത കോറൂട്ടിൻ. അപ്പൊ എന്താണ്, ഈ കോറൂട്ടിൻ ഒന്നും തമ്മിൽ മെയിനുമായിട്ട് കണക്ഷൻ ഇല്ല എന്ന് കാണിക്കുന്ന ഒരു പിക്ചർ വരച്ചു എന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ വർക്കിംഗ് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. അതായത് ഈ കോറൂട്ടിൻ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ഓൾറെഡി പഠിച്ച റൗണ്ട് റോബിൻ കൺസെപ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് ഈ റൗണ്ട് റോബിൻ കൺസെപ്റ്റ്? റൗണ്ട് റോബിൻ എന്താ ചെയ്യുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3 പ്രോസസ്സ് ഉണ്ട്, ABC എന്ന് പറയുന്ന 3 പ്രോസസ്സ്. ആ 3 പ്രോസസ്സും റൗണ്ട് റോബിൻ മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് എക്സിക്യൂഷൻ നടക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ആക്ച്വലി നടക്കുന്നത്? ഇപ്പോൾ A എന്ന് പറയുന്ന പ്രോസസ്സിന് 10 മിനിറ്റ് ആണ് അതിനെ കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈം. Bക്ക് 8 മിനിറ്റ്, Cക്ക് 10 മിനിറ്റ്. ഇപ്പോൾ ഫസ്റ്റ് ഔട്ട് ഒക്കെ ആണെങ്കിൽ എന്താണ്, A കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം B ചെയ്യും, B കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം C ചെയ്യും. അത് വന്നിരിക്കുന്ന ഓർഡറിനനുസരിച്ചിട്ട് അത് കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് ഓരോന്ന് എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അതാണ് ഫസ്റ്റ് റൗണ്ട്, എന്താണ് ഫസ്റ്റ് ഔട്ട് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ജോബ്, അതായത് ഫസ്റ്റ് കം ഫസ്റ്റ് ഔട്ട് ഒക്കെ നിങ്ങൾ ചെയ്യുന്നത്, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവിൽ ചെയ്യുന്നത് OSന്റെ കേസിൽ. ഇപ്പോൾ A ആണ് ഫസ്റ്റ് വന്നതെങ്കിൽ A കംപ്ലീറ്റ് ചെയ്യും, അതിനുശേഷം B ആണ് വന്നതെങ്കിൽ B ചെയ്യും, അതിനുശേഷം C വന്നു C ചെയ്യും. ഇതാണ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവിൽ എന്ന് പറയുന്ന പ്രോസസ്സിംഗ് മെക്കാനിസത്തിൽ ചെയ്യുന്നത്. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റിൽ എന്താ ചെയ്യുന്നത്, എയുടേത് 10, ബിയുടേത് 8, സിയുടേത് 5 ആണെങ്കിൽ ആദ്യം ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള C ചെയ്യും, അതിനുശേഷം B ചെയ്യും, അതിനുശേഷം A ചെയ്യും. ഇതാണ് അടുത്ത മെക്കാനിസം. പക്ഷേ റൗണ്ട് റോബിൻ എന്താ ചെയ്യുന്നത്, റൗണ്ട് റോബിൻ ഇപ്പൊ എന്താ ചെയ്യുന്നത്, Aയിൽ 10 ഉണ്ട്, Bക്ക് 8 ആണ്, Cക്ക് 5 ആണെങ്കിൽ ആക്ച്വലി എന്താ ചെയ്യുന്നത്, ഇപ്പൊ ഒരു ടൈം ക്വാണ്ടം സെറ്റ് ചെയ്യണം. ഞാൻ ഒരു 2 മിനിറ്റ് ആണ് ടൈം ക്വാണ്ടം സെറ്റ് ചെയ്തതെങ്കിൽ ആദ്യം എന്ത് ചെയ്യും, A എക്സിക്യൂട്ട് ചെയ്യും. A എത്ര സമയം വരെ എക്സിക്യൂട്ട് ചെയ്യും, A കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ 8 മിനിറ്റ് വേണം, അതിന് 2 മിനിറ്റ് അത് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം കൺട്രോൾ എങ്ങോട്ടേക്ക് പോകും, Bയിലോട്ട് പോകും.
അപ്പോൾ ബിക്ക് ടോട്ടൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 8 മിനിറ്റ് വേണം. പക്ഷെ എന്താണ് ബി അതിനനുവദിച്ചിരിക്കുന്നത് 2 മിനിറ്റ് സമയം അത് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം പിന്നെ സി എക്സിക്യൂട്ട് ചെയ്യും. അതിന് 5 ആണ് ആ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. പക്ഷെ ഇപ്പൊ അനുവദിച്ചിരിക്കുന്ന ടൈം കൗണ്ട് എത്രയാണ്? 2 ആണ്. അപ്പോൾ ആ 2 മിനിറ്റിലുള്ള എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ എന്താണ് ഇപ്പൊ എയും ബിയും സിയും ഒക്കെ എത്ര ടൈം എക്സിക്യൂട്ട് ചെയ്തു? 2 മിനിറ്റിന് അതിന് എത്ര എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും ആ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം പിന്നെയും തിരിച്ചെങ്ങോട്ടേക്ക് വരും? എയിലേക്ക് തന്നെ തിരിച്ചു വരും. പിന്നെ എയുടെ ബാക്കി 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കി സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അത് എത്ര സമയം വരെ എക്സിക്യൂട്ട് ചെയ്യും? പിന്നെയും ഒരു 2 മിനിറ്റ് അത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അത് ബി എ ടോട്ടൽ 4 മിനിറ്റ് എക്സിക്യൂട്ട് ചെയ്തു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? റൗണ്ട് റോബിൽ ചെയ്യുന്നത്. ഒരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ടൈം ക്വാണ്ടം സെറ്റ് ചെയ്യുന്നുണ്ട്. ആ ടൈം ക്വാണ്ടം അനുസരിച്ചിട്ടാണ് പ്രോസസ്സിങ് നടക്കുന്നത്. ഓക്കെ, ഇതിങ്ങനെ എന്താണ് സർക്കുലേറ്റ് ചെയ്ത് റൗണ്ട് റോബിൻ, അതായത് കറങ്ങി അവസാനം എയും ബിയും സിയും ഒക്കെ കംപ്ലീറ്റ് എക്സിക്യൂഷൻ പോസിബിൾ ആവും. ഇവിടെ എന്താ ചെയ്യുന്നത്? എ ഇപ്പോൾ ആദ്യത്തെ 2 മിനിറ്റ് എക്സിക്യൂട്ട് ചെയ്തു, പിന്നെ ബി ആണ് ചെയ്യുന്നത്, ബിന്റെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, പിന്നെ സിന്റെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ തിരിച്ച് എയിലേക്ക് വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? പിന്നെയും ബിഗിനിങ് തൊട്ട് എ സ്റ്റാർട്ട് ചെയ്യോ? ഇല്ല. ആ 2 മിനിറ്റ് എക്സിക്യൂട്ട് ചെയ്ത സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷമുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ആരെ എക്സിക്യൂട്ട് ചെയ്യുന്നത്? എയുടെ ബാക്കി എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? ആക്ച്വലി തുടക്കത്തിലല്ല പിന്നെയും പോകുന്നത്, അതിന് ശേഷമുള്ള പോർഷനാണ് നടക്കുന്നത്. ഇതേ കാര്യമാണ് ഇതിൽ നടക്കുന്നത്, കോർ റൂട്ടീനും നടക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ സാധാരണ നോർമൽ ഫംഗ്ഷന്റെ എക്സിക്യൂഷൻ. ആദ്യം 3 ഫംഗ്ഷൻ ഉണ്ട്, എ ബി സി എന്ന് പറയുന്ന 3 ഫംഗ്ഷൻ. എ ബിനെ കോൾ ചെയ്തു, അതിനുശേഷം എ സിനെ കോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ ആക്ച്വലി നടക്കുന്നത്? എ ബിനെ കോൾ ചെയ്ത് എ ബി സി എന്ന് പറയുന്ന 3 ഫംഗ്ഷൻ ആണ്. അതെന്താണ്? എ ബി സി എന്ന് പറയുന്ന 3 ഫംഗ്ഷൻ ഉണ്ട്. എ എന്താണ്? ബിനെ കോൾ ചെയ്തു, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബിയിലോട്ട് പോയി ബിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തു, തിരിച്ച് എയിലേക്ക് തിരിച്ചു വന്നു. ഇനി പിന്നെ എന്താണ്? പിന്നെ എ ഇവിടെ നിന്ന് സിനെ കോൾ ചെയ്തു, സി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം തിരിച്ചു വന്നു. ഇതാണ് നോർമൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ കോളിൽ നടക്കുന്നത്. ഇനി നമ്മൾ കോർ റൂട്ടീനിൽ അതെങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ഇത്തിരി ക്ലിയർ കുറവുണ്ടാവും, ടെക്സ്റ്റിലുള്ള പിക്ചർ എല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ 3 ത്രെഡ് ഉണ്ട്. നമ്മളിവിടെ പ്രോസസ്സിന് നമ്മൾ 3 ത്രെഡ്, എ എന്ന് പറയുന്ന ത്രെഡ്, ബി എന്ന് പറയുന്ന ത്രെഡ്, സി എന്ന് പറയുന്ന ത്രെഡ്, നേരത്തെ പറഞ്ഞ എ ബി സി എന്ന് പറയുന്ന പ്രോസസ്സ്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇത് റെഡ് ആരോസ് ആണ് കേട്ടോ. ഇങ്ങനെയുള്ള വെർട്ടിക്കൽ ആരോ എന്നത് റെഡ് ആണ്, അതാണ് നമ്മുടെ പ്രോസസ്സിനെ കാണിക്കുന്നത്. ഇവിടെ എ, ഇത് ബി, ഇത് സി ആണ്. ഓക്കെ, ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? എ എന്ന് ബിനെ കോൾ ചെയ്തു, ബി എക്സിക്യൂട്ട് ചെയ്തു. ബി എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ബിയുടെ കുറച്ച് പോർഷൻസ്, അതായത് ബിയുടെ കുറച്ച് പോർഷൻസ്, ഇത്രയും കുറച്ച് പോർഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് തിരിച്ച് എയിലേക്ക് തന്നെ തിരിച്ചു. ഓക്കെ, ഇനി അടുത്ത് എ ആരെയാ കോൾ ചെയ്യുക? എ ആരെയാ കോൾ ചെയ്യുന്നത്? ഇവിടെ ഒരു മഞ്ഞ ലൈൻ ഉണ്ട് കേട്ടോ. ഇവിടെ മുതൽ ഇവിടം വരെ ഒരു മഞ്ഞ ലൈൻ വരുന്നുണ്ട്. അത് ഇത്ര ക്ലിയർ അല്ല, ജസ്റ്റ് ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിക്കാം. ആദ്യം എ ബിനെ കോൾ ചെയ്തു, എന്നിട്ട് ബിയുടെ കുറച്ച് പോർഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം തിരിച്ചിട്ട് എയിലേക്ക് തിരിച്ചു വന്നു. ഓക്കെ, ശ്രദ്ധിക്കണം. എ ബിനെ കോൾ ചെയ്തു, ബിയുടെ കുറച്ച് പോർഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് തിരിച്ചിട്ട് എയിലേക്കാണ് തിരിച്ചു വന്നു. ഇനി അടുത്ത് എന്താണ്? എ സീനല്ലേ കോൾ ചെയ്യുന്നത്? എ ബിനെ കോൾ ചെയ്യുന്നുണ്ട്, സീനെ കോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എ എന്ത് ചെയ്തു? തിരിച്ചിട്ട് ബിയിലേക്ക് പോയി. ഈ ബിയിലേക്കും സിയിലേക്കും പോകുന്നതിൽ ഒരു മഞ്ഞ ലൈൻ കാണിക്കുന്നുണ്ട്, അത് നിങ്ങൾ വരയ്ക്കണം. ഇവിടെ അത് കാണുന്നില്ല, മഞ്ഞ ആയതുകൊണ്ട് അത്ര ക്ലിയർ അല്ല. അടുത്ത പിന്നെ സി ഇവിടെ നിന്ന് പിന്നെയും ഒരു ലൈൻ കാണിക്കുന്നുണ്ട്, പിന്നെ അടുത്തത് പിന്നെയും ഒരു ലൈൻ വരുന്നുണ്ട്. 3 തരത്തിലുള്ള ലൈൻ വരുന്നുണ്ട്. അത് നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് റീകളക്ട് ചെയ്തിട്ട് ഒന്ന് വരച്ചാൽ മതി. ഓക്കെ, അതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. എ ബിനെ കോൾ ചെയ്തു, ബിയുടെ കുറച്ച് പോർഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് തിരിച്ച് എയിലേക്ക് വന്നു. അതിനുശേഷം എ ആരെ കോൾ ചെയ്യും? സിനെ കോൾ ചെയ്തു, തിരിച്ചിട്ട് എന്ത് ചെയ്യും? സിയുടെ കുറച്ച് പോർഷൻ എക്സിക്യൂട്ട് ചെയ്ത് തിരിച്ച് എയിലേക്ക് പിന്നെയും തിരിച്ചു വന്നു. ഓക്കെ, ഇനി എ ആരെ കോൾ ചെയ്യുന്നത്? ബിനെ പിന്നെയും കോൾ ചെയ്യും. ബിനെ കോൾ ചെയ്തിട്ട് ബി എവിടെ മുതലാണ് ഇനി സ്റ്റാർട്ട് ചെയ്യുക? സ്റ്റാർട്ടിങ് മുതലാണോ സ്റ്റാർട്ട് ചെയ്യുക? ഫംഗ്ഷന്റെ കേസിൽ എങ്ങനെയാ ചെയ്യാം? പിന്നെയും ബിനെ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ബിയുടെ സ്റ്റാർട്ടിങ് മുതലേ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ എന്താണ്? ബി എവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക? നമ്മൾ നേരത്തെ കുറച്ച് പോർഷൻ ബിയുടെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതിന് ശേഷമുള്ള പോർഷൻ മുതലാണ് ബി പിന്നെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ബി പിന്നെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് ശേഷമുള്ള പോർഷൻ മുതലാണ്. അതിനുശേഷമുള്ള പോർഷൻ മുതൽ കുറച്ച് പോർഷൻ വരെ ചെയ്തു ബി, പിന്നെയും എയിലോട്ട് തിരിച്ചുപോയി. പിന്നെ എ സിനെ കോൾ ചെയ്തു. സി പിന്നെ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ബിഗിനിങ് മുതലാണോ? അല്ല, എവിടെ മുതലാണോ സ്റ്റാർട്ട് ചെയ്യുക? എവിടെ നിന്നാണോ സി തിരിച്ചു പോയത് ആ സ്റ്റേറ്റ്മെന്റിന് ശേഷമാണ് സി പിന്നെയും റെസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സി പിന്നെയും കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെയും തിരിച്ച് എയിലോട്ട് തിരിച്ചു വന്നു. പിന്നെയും എ ആരെ കോൾ ചെയ്യൂ? ബിനെ കോൾ ചെയ്തു. ബിനെ കോൾ ചെയ്തതിന് ശേഷം ബിയുടെ റിമൈനിങ് പോർഷൻ
പിന്നെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. ആദ്യം ഒരു തവണ കുറച്ച് പോർഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ രണ്ടാമത് വിളിച്ചപ്പോൾ അതിന്റെ ബാക്കി കുറച്ച് ചെയ്തിരുന്നു. ഇനി അടുത്ത ബീനെ കോൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, അതിന്റെയും ബാക്കി പോർഷൻസ് ആണ്, അതിന്റെയും റിമൈനിങ് പോർഷൻ എക്സിക്യൂട്ട് ചെയ്ത് തിരിച്ച് എയിലേക്ക് വരും. ഈ കേസിൽ എന്താണ്, പിന്നെയും എ സീനെ കോൾ ചെയ്തു, സിയുടെ ബാക്കി പോർഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പിന്നെ തിരിച്ച് എയിലേക്ക് വരുന്നു. ഓക്കെ, ഈ കേസിൽ എന്തായിരുന്നു നടന്നത്, എ ബീനെ കോൾ ചെയ്തപ്പോൾ ബി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമാണ് എയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ എന്താണ്, സീനെ കോൾ ചെയ്തതിനു ശേഷം സി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമാണ് എയിലേക്ക് വരുന്നത്. പക്ഷെ ഈ രണ്ട് കേസിലും അങ്ങനെയല്ല. കോറൂട്ടിന്റെ കേസിൽ എങ്ങനെയാണ്, ആദ്യം എ ബീനെ കോൾ ചെയ്ത് ബി കുറച്ച് പോർഷൻ ചെയ്തതിനു ശേഷം എയിലേക്ക് തിരിച്ചു വന്നു. പിന്നെ എ സീനെ കോൾ ചെയ്തു, സീന്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്തതിനു ശേഷം എയിലേക്ക് തിരിച്ചു വന്നു. പിന്നെ ബീനെ കോൾ ചെയ്യുന്ന സമയത്ത് ബി എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക എവിടെ മുതലാണോ അത് ഇവിടെ നിന്നാണോ അത് നിർത്തി വെച്ച് പോയത്, ആ പോർഷന് ശേഷമാണ് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, ഫംഗ്ഷൻ അങ്ങനെയല്ല. ഫംഗ്ഷൻ ഓരോ തവണ കോൾ ചെയ്യുമ്പോഴും എപ്പോഴും ഫംഗ്ഷൻ ബിഗിനിങ് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ കോറൂട്ടീൻ അങ്ങനെയല്ല, റെസ്യൂം ചെയ്ത് പോർഷന് ശേഷമാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഇത് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ആ പിക്ചർ നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്താൽ മതി. ആ പി പി ടിയിൽ അതിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, PPT ഷെയർ ചെയ്ത് തരുമ്പോൾ. ഓക്കെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒരു ലൈൻ വരച്ചാൽ മതി. ഒരു ലൈൻ ഇങ്ങോട്ടേക്ക്, ഒരു ലൈൻ ഇങ്ങോട്ടേക്ക്, ഇവിടെ ഇതിങ്ങനെ വരച്ചാൽ മതി. ഇവിടുന്ന് ഇവിടത്തേക്ക് വന്നു, അതിനുശേഷം കുറച്ച് പോർഷൻ കഴിഞ്ഞ ശേഷം തിരിച്ച് എയിലോട്ട് വന്നു. പിന്നെ എന്ന് ബീനെ കോൾ ചെയ്തു, ബിന്ന് കുറച്ച് സീനെ കോൾ ചെയ്തു, സീന്ന് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നു. ഓക്കെ, അത് നിങ്ങളതായ ഇതിൽ നിങ്ങളൊന്ന് വരച്ചാൽ മതി. ഇനി അടുത്തത് അലോക്കേഷൻ ആണ്. അതായത് നമ്മൾ ഫംഗ്ഷൻ എവിടെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്, ഫംഗ്ഷൻ അല്ലെങ്കിൽ സബ് റൂട്ടിനൊക്കെ എവിടെയാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്തിരുന്നത്, സ്റ്റാക്കിലാണ് നമ്മൾ അലോക്കേഷൻ പോസിബിൾ ആയിരുന്നത്. കാരണം എപ്പോഴും ഫംഗ്ഷന്റെ അലോക്കേഷൻ ഒക്കെ സ്റ്റാക്കിലാണ്. അതുപോലെ ലിസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ട്രിങ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഹീപ്പിലാണ് അലോക്കേറ്റ് ചെയ്ത് അലോക്കേഷൻ മെക്കാനിസം. ഇനി ഈ കോറൂട്ടീൻ എവിടെയാണ്, കോറൂട്ടീൻ ആക്ച്വലി ഒരു ഫംഗ്ഷൻ ആണല്ലോ അല്ലെ, കോപ്പറേറ്റീവ് ഫംഗ്ഷൻ ആണല്ലോ കോറൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവിടെയാണ് സ്റ്റോർ ചെയ്യുക, സ്റ്റാക്കിലായിരിക്കുമല്ലോ ഒബ്വിയസ്ലി സ്റ്റോർ ചെയ്യേണ്ടത് നിങ്ങൾ വിചാരിക്കും. കാരണം ഫംഗ്ഷൻസ് ഒക്കെ എന്താണ് സ്റ്റാക്കിലാണ് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ കോറൂട്ടീനെ സ്റ്റാക്കിൽ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണ്, ഇത് മൾട്ടിപ്പിൾ കോളാണ്, മൾട്ടിപ്പിൾ റിട്ടേൺസ് ആണ് വരുന്നത്. ഒരേ ഫംഗ്ഷനെ തന്നെ പല സമയങ്ങളിലാണ് കോൾ ചെയ്യുന്നത്, പല സമയങ്ങളിൽ പല സ്ഥലത്ത് വെച്ചിട്ട് റിട്ടേൺ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇത് സ്റ്റാക്കിൽ അലോക്കേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, കാരണം ഇപ്പോൾ എ കോൾ ചെയ്തു, ബി കോൾ ചെയ്തു, സി കോൾ ചെയ്തു എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. എന്ന് ബീനെ ആദ്യം എ എന്ന് പറയുന്ന മെയിൻ ഫംഗ്ഷൻ സ്റ്റാക്കിൽ അലോക്കേറ്റ് ചെയ്തു, അതിനുശേഷം എ എന്നാണ് ബീനെ കോൾ ചെയ്യുന്നത്, അപ്പോൾ ബി അലോക്കേറ്റ് ചെയ്യും. അതിനുശേഷം പിന്നെ സി കോൾ ചെയ്യുന്നുണ്ട്, അപ്പോൾ സീനെ അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ അവസാനം സി എല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ബിയിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ നമുക്ക് സ്റ്റാക്കിന്റെ മെക്കാനിസം അല്ലെങ്കിൽ സാധാരണ നോർമൽ ഫംഗ്ഷൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു സ്റ്റാക്കിൽ വെച്ചിട്ട് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ ഇത് നമുക്ക് ഏതിന്റെ കേസ് പോസിബിൾ അല്ല, കോറൂട്ടിന്റെ കേസിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്ത്, സ്റ്റാക്ക് അലോക്കേഷൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അത് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ പല ലാംഗ്വേജസിൽ അലോക്കേഷൻ മെക്കാനിസം ചെയ്യുന്നുണ്ട്. അതായത് ഈ ഡിഫിക്കൽട്ടീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. നോർമലായിട്ട് സ്റ്റാക്കിൽ അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്റ്റാറ്റിക്കലി അലോക്കേറ്റഡ് സ്റ്റാക്ക് യൂസ് ചെയ്യും. മോഡുലാർ 2 പോലത്തെ ലാംഗ്വേജസ് സ്റ്റാറ്റിക്കലി അലോക്കേറ്റഡ് സ്റ്റാക്ക് യൂസ് ചെയ്യും. എന്താണ് ഈ സ്റ്റാറ്റിക്കലി അലോക്കേറ്റഡ് സ്റ്റാക്ക് എന്ന് പറയുന്നത്, അതായത് നമ്മൾ പ്രോഗ്രാം അതായത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ സ്റ്റാറ്റിക്കലി അലോക്കേറ്റ് ചെയ്യും. സ്റ്റാക്കിൽ സ്പേസ്, ഓരോ കോറൂട്ടീൻ ഇത്ര സമയമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അപ്പോൾ ഇത്ര സ്പേസ് ആദ്യമേ അലോക്കേറ്റ് ചെയ്ത് വെക്കുക. അതായത് എ എന്ന് പറയുന്ന കോറൂട്ടീന് 3 സമയം കോൾ ചെയ്യുന്നുണ്ട് ബീനെ, അല്ലെങ്കിൽ 3 സമയം സീനെ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, സ്റ്റാറ്റിക്കലി സ്പേസ് അലോക്കേറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ സ്റ്റാറ്റിക്കലി സ്റ്റാക്കിൽ സ്പേസ് അലോക്കേറ്റ് കുറേ ബുദ്ധിമുട്ടുകൾ അവിടെയും വരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്റ്റാറ്റിക്കലി അലോക്കേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഒരു ഇപ്പോൾ 5 മെമ്മറി അലോക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റൺ ടൈമിലായിരിക്കും മനസ്സിലാവുക 5 പോരാ, കുറച്ചും കൂടെ മെമ്മറി അലോക്കേറ്റ് ചെയ്യേണ്ടി വരും. അലോക്കേഷൻ ഈ ഒരു പെർട്ടിക്കുലർ കോറൂട്ടിന് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ അത് റീഅലോക്കേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, അതൊരു പ്രശ്നമാണ്. പിന്നെ എന്താണ്, ചില കേസിൽ ഒരു 10 മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ റൺ ടൈമിലായിരിക്കും മനസ്സിലാവുക എന്താണ് ഇത്രയും വേണ്ട, അപ്പോൾ അത്രയും വേസ്റ്റേജ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അലോക്കേഷൻ ആദ്യമേ കമ്പൈൽ ടൈമിലെ സ്റ്റാറ്റിക്കലി സ്റ്റാക്കിൽ സ്പേസ് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
അപ്പോൾ എന്താണ്, ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പുതിയൊരു മെക്കാനിസം ആണെന്ത്, കാക്ടസ് സ്റ്റാക്ക്. നിങ്ങൾ കാക്ടസ് പ്ലാന്റ് കണ്ടിട്ടുണ്ടോ? അതിൽ എങ്ങനെയാണ് ഇങ്ങനെ അതിൻ്റെ സ്റ്റെമ്പൊക്കെ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ പ്ലാന്റ് നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ അത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ അലോക്കേഷൻ മെക്കാനിസം ഇത് ജസ്റ്റ് ഒന്ന് ആ ഒരു എന്താണ് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, നിങ്ങൾ സിലബസിലും ഇല്ല, സിലബസിൽ ജസ്റ്റ് കോർ റൂട്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് പറയുന്നുള്ളൂ. അതായത് എങ്ങനെയാണ് അലോക്കേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് അലോക്കേഷൻ കാണിക്കുന്നത് എന്നുള്ളത് ആ കാക്ടസ് സ്റ്റാക്കിൽ വെച്ചിട്ട്. അപ്പോൾ ഇവിടെ 3 കുറേ കോർ റൂട്ടീൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ അതിന് എങ്ങനെയാണ് പിക്ചോറിയൽ റെപ്രസെൻ്റ് ആയിട്ട് കാക്ടസ് സ്റ്റാക്കിൽ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഇതിനെ പറ്റിയിട്ടുള്ള ബേസ് ചെയ്തിട്ട് ഒരുപാട് പേപ്പേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു മെക്കാനിക്സ് ഒക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് അത്രയൊന്നും വേണ്ട, ജസ്റ്റ് എന്താണ് എങ്ങനെ കാണുന്നു, എങ്ങനെ അത് അലോക്കേറ്റ് ചെയ്യുന്നു എന്ന് അറിയാൻ മാത്രമേ ഉള്ളൂ. സ്റ്റാക്കിലൊക്കെ ആണെങ്കിൽ 1 by 1 ഇങ്ങനെ പോകും. പക്ഷെ ഇതിൽ ആ അറേഞ്ച് ചെയ്തിരിക്കുന്ന മെക്കാനിസം ഇവിടെ അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അധികം ഉള്ളിലേക്ക് പോകണ്ട, ജസ്റ്റ് ആ ഒരു പിക്ചറൽ റെപ്രസെൻറ്റേഷൻ പഠിച്ചാൽ മതി. ഇവിടെ എന്താണ് ഒരു എ എന്ന് പറയുന്ന കോർ റൂട്ടീൻ ഉണ്ട്, അതിനുള്ളിൽ പി എന്ന് പറയുന്ന കോർ റൂട്ടിനെ കോൾ ചെയ്യുന്നത്. അതുപോലെ എം എന്ന് പറയുന്ന ഒരു കോർ റൂട്ടീൻ ഉണ്ട്, അതിനുള്ളിൽ ബീന ഡീന എസിനൊക്കെ കോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ക്യൂ എന്ന് പറയുന്ന കോർ റൂട്ടീൻ, അതിൻ്റെ ഉള്ളിൽ സി ആർ എന്ന് പറയുന്ന കോർ റൂട്ടീനൊക്കെ കോൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ആദ്യം ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു കോർ റൂട്ടീനാണ്, എം എന്ന് പറയുന്ന ഒരു കോർ റൂട്ടീനാണ്, ക്യൂ എന്ന് പറയുന്ന ഒരു കോർ റൂട്ടീനാണ്. ഓക്കെ, എമ്മിൻ്റെ ഉള്ളിൽ വരുന്ന 2 വേറെ കോർ റൂട്ടീൻസ് ആണ് ബി എസ്, എൻ്റെ ഉള്ളിൽ വരുന്നതാണ് പി, അങ്ങനെയാണ് ഇത് വരുന്നത്. ഇനിയിപ്പോൾ ആദ്യം തന്നെ നമ്മൾ എം എന്ന് പറയുന്ന കോർ റൂട്ടീനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എമ്മിന് നമ്മൾ സ്റ്റാക്കിൽ അലോക്കേറ്റ് ചെയ്യുക, കാക്ടസ് സ്റ്റാക്കിലാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. അലോക്കേറ്റ് ചെയ്തതിന് ശേഷം എമ്മിൽ വരുന്ന എമ്മിൻ്റെ അടുത്ത അതായത് അലോക്കേഷൻ വരുന്നത് ഇവിടെ നിങ്ങൾ നോക്കിയേ, എം അലോക്കേറ്റ് ചെയ്തു, അതിനുശേഷം പിന്നെ വരുന്നതാണ്, പിന്നെ വിളിക്കുന്ന കോർ റൂട്ടീനാണ് എ എന്ന് പറയുന്ന കോർ റൂട്ടീൻ. അപ്പൊ എനെ എന്ത് ചെയ്തു, നമുക്കറിയില്ല, ഓർഡർ ഒന്നും അറിയില്ല. അപ്പൊ എനെയാണ് പിന്നെ കോൾ ചെയ്യുന്നത്. എനെ കോൾ ചെയ്തു, എയിൽ വരുന്ന ഒരു സബ് റൂട്ടീനാണ് അല്ലെങ്കിൽ കോർ റൂട്ടീനാണ് പി. അപ്പൊ പിനെ അതിനനുസരിച്ചിട്ട് നമ്മളിവിടെ അലോക്കേറ്റ് ചെയ്ത് എന്റെ തൊട്ടുമുകളിൽ അതിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഇനി എന്താണ് വരുന്നത്, ക്യൂനെയാണ് കോൾ ചെയ്യുന്നത്. ക്യൂനെ കോൾ ചെയ്യുന്ന സമയത്ത് ക്യൂ കഴിഞ്ഞപ്പോൾ ആറിനെ അലോക്കേറ്റ് ചെയ്തു, അതിനുശേഷം ക്യൂവിൽ നിന്ന് തന്നെ സീനെ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ബീനെ കോൾ ചെയ്തു, ബിയിൽ നിന്ന് തന്നെ 2 വരുന്നുണ്ട്, ഡിയും ഉണ്ട്, എസും ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് അലോക്കേഷൻ വരുന്നത്. ഇത് ഏത് രീതിയിലാണ് ഇതിനെ വിളിക്കുന്നത് നമുക്കറിയില്ല, എങ്ങനെയാണിത് ഓരോ സമയം അലോക്കേറ്റ് ചെയ്തതിനു ശേഷം തിരിച്ചു വരുന്നത്, എവിടെയാണ് മൾട്ടിപ്പിൾ ആയിട്ട് അതിനെ കോൾ ചെയ്യുന്നത്, എവിടെയാണ് മൾട്ടിപ്പിൾ റിട്ടേൺ വരുന്നത് എന്നൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു രീതിയിൽ അതിനെ അലോക്കേറ്റ് ചെയ്ത് വെച്ചു. ഒരു ചെറിയൊരു രീതിയിലുള്ള ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യം എമ്മിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്തു, അതിനുശേഷം എ, അതിനുശേഷം ക്യൂ, അതിനുശേഷം ബി കൊടുത്തു. ഈ ഒരു ഇതിൽ അതായത് ഈ ഒരു സെക്കൻഡ് ഈ ഒരു കേസിൽ ഇങ്ങനെ ചെയ്തു. അതിനുശേഷം പിന്നെ എന്ന് പീനെയാണ് കോൾ ചെയ്യുന്നതെങ്കിൽ അതിനെ പീനെ കോൾ ചെയ്യുന്ന കാണിച്ചു. പിന്നെ എന്താണ്, ക്യൂ ആണെങ്കിൽ ക്യൂവിന് തന്നെ 2 കാര്യങ്ങളുണ്ട്, ആറും ഉണ്ട്, സിയും ഉണ്ട്, അതിന് അലോക്കേറ്റ് ചെയ്ത് വെച്ച് കാണിച്ചു. പിന്നെ ബിയിൽ തന്നെ 2 കാര്യങ്ങളുണ്ട്, എസും ഉണ്ട്, ഡിയും ഉണ്ട്, അതിന്റെ അലോക്കേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എയിൽ 1 മാത്രം ഉള്ളത് കൊണ്ടാണ് 1 മാത്രം കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ക്യൂവിൽ 2 കാര്യങ്ങളുണ്ട്, ആ 2നെ അലോക്കേറ്റ് ചെയ്ത് ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ക്യൂവില് കാക്ടസ് സ്റ്റാക്കിൽ അടുത്ത 2 കോർ റൂട്ടീൻ എന്ന് പറയുന്നത് ആറും സിയും ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബിയിലാണെങ്കിൽ 2 കാര്യങ്ങളുണ്ട്, എസും ഡിയും ഉണ്ട്, അതിന് 2 ഈ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അല്ലാതെ ഒന്നിന്റെ മുകളിൽ 1 വെച്ചിട്ടല്ല ചെയ്യുന്നത്. അങ്ങനെയായിരുന്നു നമ്മൾ സ്റ്റാക്കിൽ 1 കഴിഞ്ഞ് അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ കാക്ടസ് അലോക്കേഷൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ നിങ്ങൾ ഈ ഒരു ആരോ മാർക്ക് കണ്ടോ, ഏറോ മാർക്ക് കാണിക്കുന്നത് സ്റ്റാറ്റിക് ലിങ്കിനെയാണ് കാണിക്കുന്നത്. ആരോ മാർക്ക് സ്റ്റാറ്റിക് ലിങ്ക്. എന്താ സ്റ്റാറ്റിക് ലിങ്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ജസ്റ്റ് ഇവിടെ ഒന്നും കൂടെ മെൻഷൻ ചെയ്യാം. എന്താണ് സ്റ്റാറ്റിക് ലിങ്ക്? ഇപ്പൊ ഒരു ഫംഗ്ഷന്റെ പാരന്റ് ഫംഗ്ഷൻ ആണ് ശരിക്കും എന്താണ് അതിന്റെ ലെക്സിക്കൽ സറൗണ്ടിങ്സിൽ വരുന്നത്. ആ ലെക്സിക്കൽ സറൗണ്ടിങ്സിൽ ലിങ്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാറ്റിക് ലിങ്ക് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോക്കിയേ, പിയുടെ പാരന്റ് ശരിക്കും എന്താണ്, എ ആണ്. അതുകൊണ്ട് അല്ലെങ്കിൽ ലെക്സിക്കൽ സറൗണ്ടിങ്സിൽ വരുന്നത് ഏതാണ്, എ ആണ് വരുന്നത്. അതുകൊണ്ടാണ് ലെക്സിക്കൽ സറൗണ്ടിങ്സിൽ വരുന്നത് എ ആണ്. അതുകൊണ്ടാണ് പിയുടെ സ്റ്റാറ്റിക് ലിങ്ക് ഏതിലേക്ക് വരുന്നത്, എയിലേക്ക് വരുന്നത്. ഇനി ഇവിടെ നോക്കിയേ, ക്യൂവിന്റെ ലെക്സിക്കൽ സറൗണ്ടിങ്സിൽ വരുന്നതാണ് ആറും എന്താണ്, സി. അതുകൊണ്ടാണ് ആറും സിയുടെയും സ്റ്റാറ്റിക് ലിങ്ക് ക്യൂയിലേക്ക് വന്നത്. അതുപോലെ ബിയുടെ ലെക്സിക്കൽ സറൗണ്ടിങ്സിൽ വരുന്നതാണ് എസും ഡിയും ഏതിന്റെ ലെക്സിക്കൽ സറൗണ്ടിങ്സിൽ വരുന്നതാണ്, ബിന്റേതാണ്. അതുകൊണ്ടാണ് എന്ത് വരുന്നത്, ഇതിന്റെ 2ന്റെയും ലിങ്ക് ഏതിലേക്ക് വരുന്നത്, ബിയിലേക്ക് വന്നു. ഓക്കെ,
ഡിൻ്റെതും ഇതിലേക്ക് വന്നു, ഡിൻ്റെത് ബിയിലേക്ക് വന്നു. ഓക്കെ, പക്ഷെ ബിന്റെ ലെക്സിക്കൽ സറൗണ്ടിങ്സ് ഏതിലേക്കാണ് വരുന്നത്? എമ്മിലാണ്. ഓക്കെ, അപ്പോൾ എമ്മിലാണ് ബിൻ്റെത് വരുന്നത്. അതുപോലെ എന്താണ് എസിൻ്റെതും എവിടെയാണ് വരുന്നത്? എസിന്റെ ലെക്സിക്കൽ സറൗണ്ടിങ് എന്ന് പറയുന്നത് എം ആണ്. അതുകൊണ്ടാണ് ഇതിനെ രണ്ടിനെയും പാരന്റ് എന്ന് പറയുന്നത് എം ആണ്, അതിലേക്ക് വന്നത്. ഓക്കെ, ഈ ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നത് സ്റ്റാറ്റിക് ലിങ്ക് ആണ്. സ്റ്റാറ്റിക് ലിങ്ക് നമ്മൾ സാധാരണ ഒരു സ്റ്റാക്കിൽ ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റാറ്റിക് ലിങ്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആരോ മാർക്ക് വെച്ചിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാറ്റിക് ലിങ്ക് എന്ന് പറയുന്നത് ലെക്സിക്കൽ സറൗണ്ടിങ്സിൽ വരുന്ന ഫംഗ്ഷൻ ഏതാണോ അതാണ് അതിന്റെ ലിങ്ക് ആയിരിക്കും സ്റ്റാറ്റിക് ലിങ്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി സി ഒക്കെ ഫോളോ ചെയ്യുന്നത് സ്റ്റാറ്റിക് ലിങ്ക് ആണ്. അതായത് ഇപ്പൊ ഇവിടെ എന്താണ് എമ്മിന്റെ രണ്ട് സബ് ഫംഗ്ഷൻ ആണ് ബിയും സിയും. ബിന്റെ ഉള്ളിലതാണ് ഡി. അപ്പൊ ഡിയുടെ ലെക്സിക്കൽ സ്കോപ്പ് ആയിട്ട് വരുന്നതാണ് ബിയും എമ്മും. എസിന്റെ ലെക്സിക്കൽ സ്കോപ്പ് എന്ന് പറയുന്നത് എം ആണ്. ഒരിക്കലും എന്താണ് ബിയും ഡിയും ആവില്ല. അപ്പോൾ എസിന്റെ ലെക്സിക്കൽ സ്റ്റാറ്റിക് ലിങ്ക് എങ്ങോട്ടേക്ക് പോകും? എമ്മിലേക്ക് വരും. ബിയുടെ സ്റ്റാറ്റിക് ലിങ്ക് എങ്ങോട്ടേക്ക് വരും? എമ്മിലേക്ക് വരും. ഡിയുടെ സ്റ്റാറ്റിക് ലിങ്ക് എങ്ങോട്ടേക്ക് വരും? ബിയിലേക്കും വരും. പിന്നെ എന്താണ് ബിയുടേത് എമ്മിലേക്കും വരും. ഇപ്പൊ ഡിക്ക് എന്തെങ്കിലും വാരിയബിൾ സ്റ്റാറ്റിക് എന്താണ് ബൈൻഡിങ് നടക്കുക, എന്താണ് ഡി ആദ്യം നോക്കുക, ബിയുടെ ഇതിൽ അവൈലബിൾ ആണോ നോക്കും. ബിയുടെ അവൈലബിൾ അല്ലെങ്കിൽ എമ്മിലേക്ക് പോകും. എന്തെങ്കിലും ഒരു വാരിയബിൾ നമുക്ക് വേണമെങ്കിൽ അത് ഡിയിലുണ്ടോ നോക്കും. ഡിയിലില്ലെങ്കിൽ അത് ബിയിൽ അവൈലബിൾ ആണോ നോക്കും. ബിയിലില്ലെങ്കിൽ എമ്മിൽ അവൈലബിൾ ആണോ നോക്കും. ഇങ്ങനെയുള്ള കാര്യം ഇവിടെ എമ്മിലുള്ളതും ബിയിലുള്ളതും മാത്രമേ ഡിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് സ്റ്റാറ്റിക് ബൈൻഡിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റാറ്റിക് ലിങ്കും അതേ രീതിയിൽ തന്നെയാണ് ഫോളോ ചെയ്ത് വരുന്നത്. ഓക്കെ, ഈ സ്റ്റാറ്റിക് ലിങ്കിനെ ഡൈനാമിക് ലിങ്കിന്റെ ഒക്കെ വീഡിയോ ഉണ്ട് കേട്ടോ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഈ ഒരു ജസ്റ്റ് ഈ പിക്ചറിൽ റെപ്രസെന്റേഷൻ ഒന്ന് നോക്കുക. സാധാരണ രീതിയിലുള്ള ലൊക്കേഷൻ അല്ല വരുന്നത് കാക്ടസ് സ്റ്റാക്കിൽ. ഇതൊരു കാക്ടസ് ട്രീ പോലെയാണ് വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വരച്ചാൽ മതി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയില്ലെന്നൊന്നും വലിയ വ്യത്യാസമൊന്നും വരില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കാക്ടസ് സ്റ്റാക്കിന്റെ അലോക്കേഷൻ എന്ന് പറയുന്നത്. സാധാരണ അലോക്കേഷൻ അല്ല വരുന്നത്. ആദ്യം എം അലോക്കേറ്റ് ചെയ്തു, അതിനുശേഷം എ ക്യൂ സി എന്ന് പറയുന്ന ഒരു രീതിയിൽ വന്നു. അതിനുശേഷം ക്യൂ എന്നാണ് രണ്ട് ഇത് വരുന്നത്, അത് രണ്ടും കാണിച്ചു. അതിന്റെ ക്യൂവിന്റെ കോറൂട്ടീനായിട്ട് വരുന്നതാണ് ആറും സിയും. കാരണം 6 കഴിഞ്ഞിട്ടാണ് സി വരുന്നത്. സി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമാണ് 6 കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 6 ആയിരിക്കും കോൾ ചെയ്യുക, അതിന് കഴിഞ്ഞിട്ട് ചിലപ്പോൾ സി കോൾ ചെയ്യും. സി കോൾ ചെയ്തതിനു ശേഷം പിന്നെയും 6 കോൾ ചെയ്യും. 6 കോൾ ചെയ്തതിനു ശേഷം പിന്നെയും സി കോൾ ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് കാക്ടസ് സ്റ്റാക്കിലുള്ള അലോക്കേഷൻ എന്ന് പറയുന്നത്. കാക്ടസ് സ്റ്റാക്കിൽ എങ്ങനെയാണ് ഫംഗ്ഷൻ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഡൈനാമിക് ലിങ്ക് കാണിച്ചിരിക്കുന്നത് ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള അറേഞ്ച്മെന്റുകൾ, ഇത് ഡൈനാമിക് ലിങ്ക് കാണിക്കുന്നതാണ്. ബിയുടെ ഡൈനാമിക് ലിങ്ക് എന്ന് പറയുന്നത് എയിലേക്കാണ് വരുന്നത്. ഇവിടെ പിയുടെ സ്റ്റാറ്റിക് ലിങ്കും എയിലേക്കാണ് വരുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് ക്യൂയുടെ ഡൈനാമിക് ആയിട്ട് വരുന്നതാണ് 6. ഓക്കെ, അതുകൊണ്ടാണ് ഇത് വെർട്ടിക്കലി കാണിച്ചിരിക്കുന്നത്. നമുക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഡൈനാമിക് ആണോ സ്റ്റാറ്റിക് ആണോ? ജസ്റ്റ് ഇവിടെ വെർട്ടിക്കലി ഉള്ളത് കാണിച്ചിരിക്കുന്നത് ഡൈനാമിക് ആണെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഡൈനാമിക്കലി ഉള്ള കാര്യം നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യണമെങ്കിൽ വെർട്ടിക്കലി അറേഞ്ച് ചെയ്യണം. ഓക്കെ, സ്റ്റാറ്റിക്കലി ആണെങ്കിൽ അത് എന്ത് ചെയ്താൽ മതി? ആരോ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്താൽ മതി. ഇവിടെ എസിന്റെ ഡൈനാമിക് സ്കോപ്പ്, ഡൈനാമിക്കലി വരുന്ന സ്കോപ്പിൽ വരുന്ന ഫംഗ്ഷൻ ആണ് ബി. അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഈ രീതിയിൽ അറേഞ്ച് ചെയ്തത്. ഓക്കെ, എമ്മിന്റെ ഡൈനാമിക് വരുന്നതാണ് ക്യൂ. ക്യൂയുടെ എമ്മിന്റെ ഡൈനാമിക് വരുന്ന അടുത്തൊരു ഫംഗ്ഷൻ ആണ് 6. അപ്പൊ ഇത് ഡൈനാമിക്കലി വരുന്നതായതുകൊണ്ടാണ് വെർട്ടിക്കലി നമ്മൾ അറേഞ്ച് ചെയ്തത്. ഓക്കെ, മറ്റതിൽ ഡൈനാമിക് ലിങ്കും സ്റ്റാറ്റിക് ലിങ്കും കാണിച്ചത് വേറെ തന്നെ സെപ്പറേറ്റ് ലിങ്ക് ആയിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ലിങ്ക് ആയിട്ടില്ല കാണിച്ചിരിക്കുന്നത്. ഡൈനാമിക്കലി ലിങ്ക് അവർ റെപ്രസെന്റ് ചെയ്തത് എന്ത് വെച്ചിട്ടാണ്? വെർട്ടിക്കൽ അറേഞ്ച്മെന്റ് ആയിട്ടാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. സ്റ്റാറ്റിക് ലിങ്ക് ജസ്റ്റ് ലിങ്ക് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ട്രാൻസ്ഫർ ആണ്. അതായത് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു ഓൾറെഡി എന്താണ് ലിങ്ക്. ഇപ്പൊ ഒരു കോറൂട്ടീൻ നിന്ന് അടുത്ത കോറൂട്ടീനിലേക്ക് പോകുമ്പോൾ അത് തിരിച്ചു വന്നിട്ട് പിന്നെയും വേറൊന്നിനെ കോൾ ചെയ്യുന്നു, വേറൊന്നിനെ കോൾ ചെയ്തിട്ട് പിന്നെയും എവിടുന്നോ തിരിച്ചു വന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ സേവ് ചെയ്ത് വെക്കണം. കാരണം എന്താണ്, ഇപ്പൊ നമ്മൾ ടു ട്രാൻസ്ഫർ ഫ്രം വൺ കോറൂട്ടീൻ ടു അനദർ. ഒരു കോറൂട്ടീൻ നിന്ന് വേറൊരു കോറൂട്ടീനിലേക്ക് പോകുമ്പോൾ റൺ ടൈം സിസ്റ്റം മസ്റ്റ് ചേഞ്ച് ദ പ്രോഗ്രാം കൗണ്ടർ ചേഞ്ച് ചെയ്യണം. അത് കണ്ടന്റ് ഓഫ് ദ പ്രോസസ് രജിസ്റ്റർ ചേഞ്ച് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഇവിടെയും നടക്കണം. അതായത് ഇപ്പൊ നിങ്ങളൊരു ഫംഗ്ഷൻ വേറൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ആക്ച്വലി എന്തൊക്കെ നടക്കുന്നുണ്ട്? നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ സേവ് ചെയ്തിരിക്കുന്നില്ലേ? സ്റ്റാക്ക് പോയിന്ററും ഫ്രെയിം പോയിന്ററും രജിസ്റ്റേഴ്സിന്റെ വാല്യൂ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇല്ലേ? അതേ കാര്യങ്ങൾ ഇവിടെ നടക്കണം. കോറൂട്ടീന്റെ കാര്യം നടക്കുമ്പോഴും ചെയ്യണം. കോറൂട്ടീൻ എന്ന് പറയുമ്പോഴും ഇത് തന്നെയാണ്, ഒരു ഫംഗ്ഷൻ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ എന്ന് പറയുന്ന ഒരു കോറൂട്ടീൻ നിന്ന് വി എന്ന് പറയുന്ന ഒരു കോറൂട്ടീനെ കോൾ ചെയ്യുമ്പോൾ
എന്താണ് ബിയിലേക്ക് പോകുന്നതിന് മുന്നേ എയുടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ സേവ് ചെയ്യണം. എയിലുള്ള കുറച്ച് രജിസ്റ്റേഴ്സിന്റെ എന്തെങ്കിലും വാല്യൂ മാറ്റം വരുന്നുണ്ട്, അത് സേവ് ചെയ്ത് വെക്കണം. പ്രോഗ്രാം കൗണ്ടർ സേവ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ സ്റ്റാക്ക് പോയിന്റർ സേവ് ചെയ്യണം, ഫ്രെയിം പോയിന്റർ സേവ് ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതേ കാര്യങ്ങൾ ഏതിൽ നടക്കണം? ഫോർ റൂട്ടിനെ കോൾ ചെയ്യുമ്പോഴും കുറച്ച് കാര്യങ്ങൾ നടക്കണം. ഓക്കെ, അതാണ് ട്രാൻസ്ഫറിന്റെ കാര്യം അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ അതുപോലെ തന്നെ സ്റ്റാക്ക് ഇപ്പൊ കാക്ടസ് സ്റ്റാക്ക് ആണെങ്കിൽ തന്നെ ഒരു സ്റ്റാക്കിൽ നിന്ന് വേറൊരു സ്റ്റാക്കിലേക്ക് ചേഞ്ചിങ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു പോർഷനിലേക്ക് ചേഞ്ച് നടക്കുമ്പോൾ നമ്മൾ സ്റ്റാക്ക് പോയിന്ററും ഫ്രെയിം പോയിന്ററും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്, സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അതേ കാര്യങ്ങൾ ഇവിടെയും നടക്കണം. അപ്പോൾ ഒരു കോർ റൂട്ടിൽ നിന്ന് വേറൊരു കോർ റൂട്ടിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, അതേ കാര്യങ്ങൾ കോർ റൂട്ടിന്റെ കേസിലും നിങ്ങൾക്ക് പറയാം. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം അവർ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ട്രാൻസ്ഫർ നടക്കുവാണെങ്കിൽ, ഇപ്പൊ ഒരു കോർ റൂട്ടിൽ നിന്ന് വേറൊരു കോർ റൂട്ടിലേക്ക് ട്രാൻസ്ഫർ നടക്കുമ്പോൾ പുഷ് ഓൾ രജിസ്റ്റേഴ്സ്, എല്ലാ രജിസ്റ്റേഴ്സും നമ്മൾ ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യണം, സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യണം. അതായത് വാല്യൂസ് മാറാൻ ചാൻസ് ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, രജിസ്റ്റേഴ്സ് ഒക്കെ. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇതിലോട്ട് പുഷ് ചെയ്ത് കൊടുക്കണം, സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യണം. ഇവിടെ സ്റ്റാക്ക് പോയിന്റർ പുഷ് ചെയ്യുന്നില്ല, കാരണം സ്റ്റാക്ക് പോയിന്റർ പോയിന്റ് ചെയ്തിരിക്കുന്നത് എന്താണ്, കറന്റ് സ്റ്റാക്കിനെയാണ് പോയിന്റ് ചെയ്തിരിക്കുക. അപ്പൊ സ്റ്റാക്ക് പോയിന്റർ പുഷ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കറന്റ് സബ് റൂട്ടീൻ അല്ലെങ്കിൽ കറന്റ് കോർ റൂട്ടിന്റെ സ്റ്റാക്ക് പോയിന്റർ, അതിനുശേഷം കറന്റ് കോർ റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം തിരിച്ചിട്ട് എന്ത് ചെയ്തു, എല്ലാ രജിസ്റ്റേഴ്സും നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന രജിസ്റ്റേഴ്സ് ഒക്കെ പോപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കോർ റൂട്ടിന്റെ ഏത് കോർ റൂട്ടീനാണോ കോൾ ചെയ്ത് ആ കോർ റൂട്ടിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യും. നേരത്തെ പറഞ്ഞ സബ് റൂട്ടിന്റെ അതേ കേസ് തന്നെ, സബ് റൂട്ടിൻ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതേ കാര്യങ്ങൾ തന്നെ ഏതിന്റെ കേസിലും ചെയ്യണം, കോർ റൂട്ടിന്റെ കേസിലും ചെയ്യണം. ഒരു കോർ റൂട്ടിന് വേറൊരു കോർ റൂട്ടിനെ കോൾ ചെയ്യുമ്പോൾ, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അതിവിടെ ജസ്റ്റ് ഒന്ന് ഒരു അൽഗോരിതംസ് ആയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നാണ്. ഓക്കെ, അത് നിങ്ങളുടേതായ ലാംഗ്വേജിൽ നിങ്ങൾക്ക് എഴുതിയാൽ മതി, ഇതുപോലെ തന്നെ എഴുതണമെന്നില്ല. നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളൊക്കെയാണ്. പ്രോഗ്രാം കൗണ്ടറിന്റെ കാര്യം, സ്റ്റാക്ക് പോയിന്ററിന്റെ കാര്യം, രജിസ്റ്റേഴ്സിന്റെ കാര്യം ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. അത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് എഴുതിയാലും മതി. ഓക്കെ.